നമസ്കാരം. കേരള കേഡറിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ, DGP സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിത, നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ഇരുന്നയാണ്, എഴുത്തുകാരി. 33 വർഷത്തെ സേവനത്തിനു ശേഷം 2023 സർവീസിൽ നിന്ന് വിരമിച്ചു. ആർ ശ്രീലേഖ IPS. വളരെ അഭിമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു മാഡം DN ന്യൂസിലേക്ക്. താങ്ക് യു. ഒരുപാട് ചോദിക്കണമെന്നുണ്ട്, കാരണം ഒരുപാട് വ്യക്തിപരമായി ഒരുപാട് ആരാധനയുള്ള, മാഡത്തോട് ആരാധനയുള്ള ഒരാളാണെന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഇരുന്നുണ്ട്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണെന്ന് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു ജീവിതത്തിൽ നിന്നാണ് ഈ രംഗത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ ഇപ്പോഴൊക്കെ നമുക്കത് ചിന്തിക്കാമെങ്കിൽ പോലും ഒരു 10, 35, 40 കൊല്ലം മുമ്പ് ഒരു പെൺകുട്ടി, അതൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് IPS സിവിൽ സർവീസിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ സംഭവിച്ച കുറേ, കാരണം അച്ഛൻ സൈന്യത്തിലായിരുന്നു, അതിനുശേഷം ചേച്ചിക്ക് MBBS മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അത് വളരെ സന്തോഷകരമായ ആ ഒരു ദിവസമാണ് അച്ഛൻ്റെ വേർപിരിയൽ. അതേക്കുറിച്ച് കുട്ടിക്കാലം അച്ഛനുണ്ടായിരുന്നപ്പോൾ തന്നെ കുട്ടിക്കാലം മൊത്തം ഇങ്ങനെ ഒരു സംഘർഷഭരിതമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു എൻ്റേത്. കാരണം എനിക്ക് വളരെയധികം ഒരു അപകർഷതാ ബോധമുണ്ടായിരുന്നു. മൂന്നാമത്തെ പെണ്ണ് എന്ന് പറഞ്ഞ് ജനിച്ചതിൻ്റെ ഒരു കഥകൾ കേട്ട് കുട്ടിക്കാലം മുതൽ ഈ മൂന്നാമതൊരു ആൺകുഞ്ഞിനെ ആഗ്രഹിച്ചിരുന്ന മാതാപിതാക്കളെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള ജനനമായിരുന്നു എന്നുള്ള കഥകൾ കേൾക്കുമ്പോഴുള്ള കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു അപകർഷതാ ബോധമില്ല, അതെന്നെ വല്ലാതെ അലട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ കുടുംബത്തിലുള്ള ആൾക്കാരും അച്ഛൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരും എല്ലാവരും കുറച്ചും കൂടെ സൗന്ദര്യമുള്ള ആൾക്കാരായിരുന്നു എന്നാണ്. വെളുത്തിട്ടായിരുന്നു, കുട്ടികളെല്ലാവരും പെൺകുട്ടികളെ കാണാൻ കൊള്ളായിരുന്നു എന്നൊക്കെയുള്ള. അപ്പോൾ അവരുമായിട്ട് കളിക്കുമ്പോഴും അവരുടെ കൂടെ പോകുമ്പോഴും ഒക്കെ കറുമ്പി എന്നുള്ളൊരു വിളി എനിക്ക് മാത്രമല്ല ചേച്ചിമാർക്കും ഉണ്ടായിരുന്നു. ചേച്ചിമാരും കറുത്തിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് കുറച്ചും കൂടെ അപകർഷതാബോധം കൂട്ടും. ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ ഇത് നിനക്ക് ചേരൂല, ഇവൾക്കായിരിക്കും കുറച്ചും കൂടെ ചേരുന്നത്, ചില കളറ് ചേരില്ല. അപ്പം അങ്ങനെ കുട്ടിക്കാലം മുഴുവനും ഇങ്ങനെ കാർന്ന് തിന്നിരുന്ന അപകർഷതാബോധത്തിൻ്റെ ഇടയിലൂടെ എങ്ങനെയെങ്കിലും വളർന്നു. പഠിച്ചൊരു 11 വയസ്സൊക്കെ ആയി. എനിക്ക് 11 വയസ്സുള്ളപ്പോഴാണ് അനിയൻ ഉണ്ടാകുന്നത്. അതൊരു വലിയ സന്തോഷമായിരുന്നു. അച്ഛൻ കോളേജ് അധ്യാപകനായല്ലോ, മിലിറ്ററിക്ക് പട്ടാളത്തിന് ശേഷം അച്ഛൻ കോളേജ് അധ്യാപകനായിരുന്നു. അമ്മയ്ക്ക് ജോലിയില്ലായിരുന്നു. അമ്മയുടെയൊക്കെ കുടുംബം ഭയങ്കര വലുതാണ്, പക്ഷേ എന്നാലും സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു. ഒരുവിധം അങ്ങനെ പോയി. എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് മൂത്ത ചേച്ചിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടി പോകുന്നത്. അപ്പോൾ മൂത്ത ചേച്ചി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ വലിയ സന്തോഷമായിരുന്നു. അച്ഛൻ രാവിലെ കൊണ്ടുപോയി ചേർക്കാൻ പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ, സ്കൂളല്ല കോളേജ്, പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ. അപ്പോൾ കോളേജിൽ നിന്ന് ഞാൻ തിരിച്ച് വരുമ്പോൾ കേൾക്കുന്ന കാര്യം അച്ഛൻ ആശുപത്രിയിലാണ്, പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് അമ്മൂമ്മയും കുറച്ച് ബന്ധുക്കളും നിൽക്കുന്നു. അമ്മയില്ല, മൂത്ത ചേച്ചിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഞാൻ വേഗം പോയി പൂജാമുറി, അന്ന് എനിക്ക് ഭക്തി ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ പൂജാമുറി പോയി ഞാൻ ദൈവത്തെ തൊട്ട് പ്രാർത്ഥിക്കും. നമ്മൾ പഠിക്കാൻ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്നൊരു ശീലമുണ്ട്. അപ്പം അച്ഛനൊന്നും പറ്റില്ലേ എന്ന് പറഞ്ഞിങ്ങനെ ഓരോരോ ദൈവങ്ങളെ ആയിട്ട് തൊട്ട്. അപ്പം അതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു ആഴ്ചയ്ക്ക് മുമ്പാണ് അച്ഛൻ ശബരിമല പോയിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ അതുമുള്ള ഒരു വലിയ അനുഗ്രഹമായിട്ട് ശബരിമല കെട്ടി പോയിട്ട് തിരിച്ചു വന്നു. ഡേറ്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. 11/11/77, 11 ഡിസംബർ 1977 ആയിരുന്നു. നവംബർ 11 നവംബർ 1977. അപ്പോൾ 11/11/77 എന്നുള്ള ഡേറ്റ് ആയിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ദൈവത്തെ തൊട്ട് ചോറ്റാനിക്കര അമ്മയുടെ ഒരു പടത്തിൽ ഇങ്ങനെ തൊട്ടപ്പോൾ എൻ്റെ കൈ കൂടി ഇങ്ങനെ ഒരു വൈദ്യുതി പ്രവാഹം പോലെ ഇങ്ങനെ കയറി പോകുന്ന പോലെ തോന്നി. ഇതൊക്കെ എന്തോ ഒരു ആധ്യാത്മിക ഒരു ഇതുപോലെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ കൂടെ തോന്നി, അയ്യോ അച്ഛൻ ഇല്ലേ എന്നൊരു ചിന്ത. എന്തായാലും ഞങ്ങൾ ആശുപത്രിയിൽ പോയപ്പം അപ്പോഴേക്കും അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു ചിറ്റപ്പൻ അപ്പുറത്തെ വയസ്സൂടെ വരുന്നുണ്ടായിരുന്നു. ചിറ്റപ്പൻ പറഞ്ഞ് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര, കാരണം അച്ഛൻ 55 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. നല്ല ആരോഗ്യമായിരുന്നു, വേറൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. സിഗരറ്റ് വലിക്കും എന്നുള്ളൊരു ദുശീലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറൊന്നും, എന്നും രാവിലെ എണീറ്റ് നടക്കാൻ പോകും, നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു. അപ്പോൾ അത് വലിയൊരു ഷോക്കായി. പിന്നെ അത് കഴിഞ്ഞ് നടുക്കടലിൽ എറിഞ്ഞതുപോലെയുള്ള ഒരു കപ്പൽ പൊട്ടി ഇങ്ങനെ വീഴുന്ന പോലെയുള്ള ഒരു അവസ്ഥയില്ലേ, അമ്മയും മക്കളും നീന്താതെ രക്ഷയില്ല. അങ്ങനെ നീന്തി ഓരോ കര ചെന്ന് പറ്റി. അതാണ് സംഭവിച്ചത്. ശരിക്കും അമ്മയ്ക്ക് 44 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയെ അങ്ങ് തളർന്നു പോയിരുന്നു ആ സമയത്ത്. പക്ഷേ അപ്പോഴും അതിനുശേഷം വിദ്യാധിരാജ കോളേജിൽ അധ്യാപികയായി. പഠനത്തിന് ശേഷം പിന്നീട് റിസർവ് ബാങ്കിൽ ഉദ്യോഗസ്ഥയായി. ആ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥയായപ്പോൾ തന്നെ ജീവിതം ഏകദേശം ഒന്ന് സുരക്ഷിതമായ തലങ്ങളിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അവിടെ നിന്ന് എങ്ങനെയാണ്, എന്ത് ധൈര്യത്താലാണ് ആ ജോലി രാജിവെച്ച് സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിലേക്ക് വന്നത്? അത് ഞാൻ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്
അച്ഛനെ പോലെ കോളേജ് അധ്യാപിക ആവണം എന്നുള്ളതായിരുന്നു. പക്ഷേ അച്ഛന് ആഗ്രഹം മക്കളെല്ലാം ഡോക്ടർ ആവണം എന്നുള്ളതുകൊണ്ട് ഞങ്ങളെയൊക്കെ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ വേണ്ടി, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് സയൻസ് ഒട്ടും ഇഷ്ടമില്ല, കണക്കൊട്ടും ഇഷ്ടമില്ല. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പോയി ചരിത്രത്തിൽ ജോയിൻ ചെയ്തു, 3rd ഗ്രൂപ്പ് എടുത്തു കോളേജിൽ, വിമൻസ് കോളേജിൽ. അപ്പോൾ അച്ഛൻ വെളിയിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഓടി വന്നു. അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല അച്ഛന്, അവസാനമാണ് പിന്നെ കിട്ടിയത്, 1 വർഷം അങ്ങാണ്ട് റിട്ടയർമെൻറ്റിന് ബാക്കിയുള്ളപ്പോൾ. അപ്പോൾ അച്ഛൻ വന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ട് പോയി നിർബന്ധമായിട്ട് കൊണ്ടുപോയി സെക്കൻഡ് ഗ്രൂപ്പിൽ ചേർത്തു. അവിടെ സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു വേക്കൻസി അത് പ്രിൻസിപ്പലിനെയൊക്കെ പോയി കണ്ടിട്ട് അവിടെ കൊണ്ടുപോയി ചേർത്ത് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് ഡോക്ടർ ആവണം എന്നുള്ള രീതിയിൽ പഠിച്ചു. പക്ഷേ എനിക്കെന്തോ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നില്ല, തവളയെ കീറാൻ പറ്റുന്നില്ല, പാറ്റയെ കീറാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അപ്പോഴേക്കും മരിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിച്ച് അങ്ങനെ എനിക്കപ്പോൾ ടീച്ചറാവണം എന്നുള്ള ആഗ്രഹത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിദ്യാധിരാജിലെ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ വിദ്യാധിരാജ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജിൽ പഠിപ്പിക്കാനായിട്ട് പോയി, ടീച്ചറായിട്ട് പോയി. അവിടെ 1.5-2 വർഷത്തോളം, 2 വർഷത്തിൽ കുറച്ച് കൂടുതൽ ഞാൻ പഠിപ്പിച്ചു അവിടെ. അതിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ MPhil എടുക്കാനായിട്ട് വിമൻസ് കോളേജിൽ ചെല്ലും. അവിടെ വിമൻസ് കോളേജിൽ മാത്രമേ MPhil ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹൃദയമായ ടീച്ചർ എൻ്റെ അടുത്ത്, എൻ്റെ ടീച്ചറായിരുന്നു ഹൃദയമായ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാ MPhil എടുത്ത് സമയം കളയുന്നത്, പോയി സിവിൽ സർവീസ് എഴുതി പഠിച്ചുകൂടെ, ജയിച്ചുകൂടെ എന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യമാണ് എൻ്റെ ജീവിതത്തിലെ ഈ ഒരു വഴിത്തിരിവായത്. ഹൃദയമായ ടീച്ചർ 3 വർഷം എന്നെ ഗ്രാജുവേഷൻ പഠിപ്പിച്ച അറിവേ ഉള്ളൂ. പക്ഷേ എനിക്ക് ടീച്ചറിനോടും വലിയ ഇഷ്ടമായിരുന്നു, ടീച്ചർ എന്നെയും ഇഷ്ടമായിരുന്നു. ഞാൻ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ടീച്ചർ സ്റ്റാഫ് അഡ്വൈസർ ആയിരുന്നു, പിന്നെ അത് ടീച്ചർ പ്രിൻസിപ്പലായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടുത്ത ബന്ധമായിരുന്നു. അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ വീട്ടിലിടയ്ക്കിടയ്ക്ക് പോകും, ഞാൻ കേക്ക് ഉണ്ടായിക്കൊണ്ട് കൊടുക്കും, ടീച്ചർ ഇങ്ങോട്ട് എനിക്ക് കുറേ പുസ്തകങ്ങൾ വായിക്കാൻ തരും. എന്തുകൊണ്ടോ ഞങ്ങൾ തമ്മിൽ അങ്ങ് വൈബ് ചെയ്തു. അപ്പോൾ ടീച്ചറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എന്തിനാ വെറുതെ 2 വർഷം MPhil എടുത്ത് കളയുന്നത്, പോയി സിവിൽ സർവീസിൽ പഠിക്കുക, യു ഹാവ് ആൻ IAS മെറ്റീരിയൽ, IAS എന്നാണ് പറഞ്ഞത്, IAS മെറ്റീരിയൽ ഇൻ യു വിൽ ബിക്കം എ വെരി ഗുഡ് IAS ഓഫീസർ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സ്പാർക്ക് മനസ്സിലായി. അങ്ങനെ അതിനെപ്പറ്റി ചിന്ത പോലും ഇല്ലല്ലോ നമുക്കൊന്നും ആ സമയത്തൊന്നും, അതിനെപ്പറ്റി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയില്ല. പിന്നെ അതിന് ശേഷമാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്. അന്ന് ഇതുപോലെ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആകെ ഒരെണ്ണം ഉണ്ടായിരുന്ന ഡൽഹിയിലായിരുന്നു, റാവൂസ് IAS സ്റ്റഡി സർക്കിൾ. ഇവിടെ കേരളത്തിലൊന്നുമില്ല. പിന്നെ കമ്പ്യൂട്ടർ ഇല്ല, ഫോണില്ല, ഒന്നുമില്ല. എല്ലാം ലൈബ്രറിയിൽ പോയി കണ്ടുപിടിച്ച് ഫ്രം ദ സ്ക്രാച്ച് ഹാവ് ടു സ്റ്റാർട്ട് എല്ലാം നോക്കണം എങ്ങനെയാണെന്ന്. 2-3 IAS ഓഫീസേഴ്സിനെ ഞാൻ പോയി കണ്ടിരുന്നു. CP നായർ സാറ്, ലളിതാംബിക മാഡം, നളിനി നെറ്റോ, ഇവരെയൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചെങ്കിലും ഐഡിയ കിട്ടുന്ന വെച്ചാൽ അപ്പോൾ അവരൊക്കെ ഒരുപാട് പ്രോത്സാഹനം തന്നിരുന്നു. ഹെൽപ്പ് ചെയ്തില്ല, എഴുതാന്നും പറഞ്ഞാൽ ചെയ്യാന്ന്, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യുന്നത്. റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്, ഞാൻ ഈ സിവിൽ സർവീസിന് എഴുതാൻ വേണ്ടിയിട്ട് കുറേ പരീക്ഷകൾ ഇങ്ങനെ എഴുതി ശീലിച്ചപ്പോൾ ബാങ്ക് പരീക്ഷകളെല്ലാം കിട്ടത്തില്ല, കാരണം കണക്ക് വഴങ്ങില്ല. പക്ഷേ RBIയുടെ ഓഫീസർ ഗ്രേഡ് B പരീക്ഷ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം റിട്ടേൺ ആയിരുന്നു. അപ്പോൾ അതിലെനിക്ക് ക്ലിയർ ചെയ്ത് ഞാൻ കിട്ടിയപ്പോൾ RBIയിൽ ഞാൻ അധികം വർക്ക് ചെയ്തില്ല. അവിടെ പോയി ജോയിൻ ചെയ്ത് ബോംബെയിലായിരുന്നു പോസ്റ്റിങ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്നുള്ള പേജിൽ. നല്ല ശമ്പളമായിരുന്നു, 4700 രൂപ ബേസിക്ക്. അതിൻ്റെ പകുതി താഴെ ഉണ്ടായിരുന്നുള്ളൂ IPS കിട്ടുമ്പോൾ. അപ്പോൾ ആ സാലറിയും പേർക്സും സൗജന്യമായിട്ട് ക്വാർട്ടേഴ്സും വണ്ടി എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ട്രെയിനിങ്ങിന് അയക്കണം, പൂനെയിലാണ് അവിടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ബോംബെയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഒരു കുറച്ച് നാളത്തെ പരിചയത്തിന് ശേഷം പൂനെയിൽ കുറച്ച് പേരെ ചേർന്ന് അയക്കാനായിട്ട് ഇരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പനി വന്നു അവിടെ. അപ്പം സിവിൽ സർവീസ് 2ാമത്തെ പ്രാവശ്യം എഴുതിയിട്ട് നിൽക്കുന്നു, അതിൻ്റെ റിസൾട്ട് വരാറായി. അപ്പോൾ അതിൻ്റെ ടെൻഷനും കൂടെ ഉണ്ട്. ഞാനിവിടെ വന്ന് ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. ശാസ്ത്രമംഗലത്ത് നല്ല പനി. അപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്ത് പനിച്ച് കിടക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് പത്രവും കൊണ്ടുവരുന്നത്. അന്ന് ഹിന്ദു പത്രത്തിലൊക്കെയാണല്ലോ ഈ റിസൾട്ട് വരുന്നത്. വന്നിട്ട് പറഞ്ഞ്, എന്നെ കണ്ട ഉടനെ പറഞ്ഞു, സോറി IAS കിട്ടിയില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ നെഞ്ചിടിഞ്ഞ് പോകുന്നത്, കാരണം അത്ര കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചായിരുന്നു. സോറി IAS കിട്ടിയില്ല കേട്ടോ ലേഖയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയ്യോ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വെച്ച് കിട്ടിയേ ഇല്ല, സെക്കൻഡ് ടൈമും പോയി കാണും, എനിക്ക് കിട്ടിയേ ഇല്ല എന്ന്. അപ്പോൾ IPS ചിലപ്പോൾ കിട്ടുമായിരിക്കും, റാങ്ക് 104 എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പം എനിക്ക് സമാധാനമായി. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് കരഞ്ഞു ഞാൻ, IAS പോയല്ലോ എന്ന് വിചാരിച്ചു അവിടെ ആശുപത്രി കിടന്ന് ഞാൻ കരയുമായിരുന്നു. പിന്നെ അമ്മയാ പറഞ്ഞത്, അല്ല IPS നല്ലതാ, നിന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു. പക്ഷെ IAS ആണ് കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും ഇന്നത്തെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. IAS ഭാഗ്യത്തിന് ദൈവം തരാത്തതാണ്. 7 മാർക്കിനാണ് എനിക്ക് IAS നഷ്ടപ്പെട്ടത്. അപ്പോൾ 7 മാർക്ക് ദൈവം എനിക്ക് തരാത്തതാണ്. കാരണം ഈ ഒരു കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായിട്ട് വരാനുള്ള നിയോഗം എൻ്റെ തലയിലുണ്ടായിരുന്നു. അതുകൊണ്ട് പറ്റിയതാണ് എന്നാണ്. ഒരു റിഗ്രറ്റും ഇല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പോൾ ആ മാർക്ക് കുറഞ്ഞതിൽ. അല്ലായിരുന്നെങ്കിൽ അവിടെ ആസാമിലോ മേഘാലയയിലോ ജമ്മു ആൻഡ് കാശ്മീരിലോ ഒക്കെ IAS ഓഫീസറായിട്ട് പോകേണ്ടി വന്നേനെ. അപ്പോൾ എന്തായാലും സുരക്ഷിതമായൊരു ജോലി രാജിവെച്ച് സിവിൽ സർവീസിലേക്ക് പോകാനുള്ളൊരു തീരുമാനം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയുടെയും ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? സപ്പോർട്ടായിരുന്നു? അമ്മ സപ്പോർട്ടായിരുന്നു. പിന്നെ എനിക്കുള്ള ആകെ ഒരു പ്രയാസം എന്ന് വെച്ചാൽ RBIയിൽ നമ്മളൊരു കരാർ എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത്.
റിസൈൻ ചെയ്യൂല, ഇത്രയും വർഷത്തേക്ക് ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്യണം. അപ്പോൾ കോൺട്രാക്ട് വയലേഷൻ വന്നു കഴിഞ്ഞാൽ കേസിന് അവർ എനിക്കെതിരെ കേസ് കൊടുക്കും, എൻ്റെ കുറേ പൈസയൊക്കെ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം എന്നൊക്കെയുള്ളൊരു ചട്ടം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ അതിനുവേണ്ടി കേസ് ഫയൽ ചെയ്തു. പിന്നെ അത് ഞാൻ ജയിച്ചു. അപ്പോൾ ആ ഒരു പ്രയാസം എനിക്കുണ്ടായിരുന്നുള്ളൂ. RBI ജോലി രാജിവെച്ച് വരുമ്പോൾ അവരിനി എന്നെ വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടിയുണ്ട്, ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അവരെന്നെ പിന്നെ ഹൈക്കോടതി പറഞ്ഞു സെൽഫ് ബോണ്ട് അല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് ഉദ്യോഗാർത്ഥിക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാമെന്ന് ആദ്യമായിട്ട് ഒരു ചരിത്രപരമായിട്ടുള്ളൊരു വിധി വന്നു, സെൽഫ് ബോണ്ട്. അതിനുശേഷം RBI ആ കോൺട്രാക്റ്റ് ഒക്കെ നവീകരിച്ച് പിന്നെ വിറ്റ്നസസിന്റെ പുറത്ത് വെച്ച് സ്റ്റാമ്പ് പേപ്പറിലൊക്കെ എഴുതിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം ഉണ്ടാക്കിയെടുത്തു. പിന്നീട് IPS ആദ്യം മസൂറിയിൽ 4 മാസം ഫൗണ്ടേഷണൽ കോഴ്സ് ഉണ്ടായിരുന്നു. അത് അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്, നാഷണൽ അക്കാഡമി ഓഫ് LBSNA എന്നാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരുള്ള നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നല്ല തണുപ്പ് സമയമായിരുന്നു, ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള 4 മാസമായിരുന്നു. ഞാൻ ട്രക്കിങ്ങിനൊക്കെ പോവുക, അവിടെ ഒരുപാട് വില്ലേജ് വിസിറ്റും നല്ല ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു, നല്ല തണുപ്പുള്ള സ്ഥലം. പക്ഷേ എപ്പോഴും നന്ദി പറയുന്ന ഒരാളെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ നന്ദി പറയണം എന്നാഗ്രഹിക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. അതായത് മാഡത്തിന് വിവാഹം ആലോചിച്ചൊരു ആൾ വന്നു, പക്ഷേ എന്തായിരുന്നു അത്? അത് അന്ന് അയാളല്ല പെണ്ണ് കാണാൻ വന്നത്, അതാണ് അതിനേക്കാളും കഷ്ടം. അത് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ അന്ന് എല്ലാ പെൺകുട്ടികളെ ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിക്കുമല്ലോ. അപ്പോൾ എൻ്റെ 2 ചേച്ചിമാരും ഡോക്ടർമാരായിട്ട് പഠിത്ത് കഴിഞ്ഞിട്ടില്ല, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ലിറ്ററേച്ചറല്ലേ, അപ്പോൾ എന്നെ പുച്ഛിച്ചെല്ലാവരും ഇംഗ്ലീഷ് എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് വീട്ടുകാരല്ലേ. ഇംഗ്ലീഷ് പഠിക്കുമല്ലേ, എന്തോ ചെയ്യാനാണ്, മറ്റേ 2 പേര് ഡോക്ടറമ്മമാരാണ്, ഡോക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഇവളെയെങ്കിലും എന്നാൽ കെട്ടിച്ചു വിടാം എന്നുള്ള രീതിയിൽ എന്നെ ഒരുക്കി കെട്ടി. ഒരു നമ്മളപ്പോൾ നമുക്ക് വോയിസ് ഇല്ലല്ലോ ആ സമയത്ത്. അപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ വന്നിട്ട് ഏതോ ഒരു കോയമ്പത്തൂരുള്ള ബിസിനസ്സാണ് മീനു മിക്സ്, അതിൻ്റെ ഓണേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു പയ്യൻ്റെ പടമൊക്കെ കൊണ്ട് കാണിച്ചെന്നെ. അപ്പം കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പോയി ക്ലാസ്സിലൊക്കെ ഇരുന്ന് കരയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും എന്തായാലും കല്യാണം വേണ്ടേ, ആരെങ്കിലും കെട്ടണ്ടേ, സമ്മതിച്ചേരെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ചായ എടുത്ത് കൊണ്ടുപോയി കാണുക. അപ്പോൾ അതിന് പയ്യനില്ലായിരുന്നു, പയ്യൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും അമ്മായിയും ആരൊക്കെയാണ് വന്നത് പെണ്ണ് കാണാൻ. അവർ കൊടുത്തിട്ട് അവർ പറഞ്ഞു കറുമ്പിയായിപ്പോയി, അതുകൊണ്ട് വേണ്ട, കറുത്ത പെണ്ണായിപ്പോയി എന്ന് പറഞ്ഞാൽ അവർ പോയി. അപ്പം ആ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ശരിക്കും തോന്നിയത്. അയ്യോ രക്ഷപ്പെട്ടു, എനിക്കിനി പഠിക്കാമല്ലോ ബാക്കി എന്നുള്ള മട്ടിൽ. അപ്പോൾ അന്ന് ഞാൻ ഇപ്പം ഞാൻ ഈ IPS കിട്ടി, അയാളെ കല്യാണം കഴിച്ച് പോയിരുന്നെങ്കിൽ ദൈവം എനിക്കിനി പഠിക്കാൻ പറ്റുമായിരുന്നോ, ഇങ്ങനെ അതുപോലെ IPS എടുക്കാൻ പറ്റുമായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇയാളെ കാണുമ്പോൾ എനിക്കയാളുടെ പേര് പോലും അറിയില്ല എന്തുവാന്ന്, പക്ഷെ ഇങ്ങനെ ഒരാൾ വന്നു എന്നുള്ളത് അറിയാം. അതുപോലെ എന്തായാലും ട്രെയിനിങ് പൂർത്തിയാക്കി, എന്താ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്? കാരണം ഒരു വനിത IPS ഓഫീസറായിട്ട് പെട്ടെന്ന് വരുമ്പോൾ അത് സമൂഹത്തിനൊരു അത്ഭുതമായിരിക്കും, ഇതായിരിക്കുമല്ലോ. എങ്ങനെയായിരുന്നു ജനങ്ങളുടെ ഒരു പ്രതികരണം, ഓഫീസേഴ്സിൻ്റെ അതായത് സഹപ്രവർത്തകരുടെ പ്രതികരണമൊക്കെ? എന്നെ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ചത് എനിക്ക് തോന്നുന്നു അന്നത്തെ മാധ്യമ പ്രവർത്തകരുടെ സപ്പോർട്ട് കൊണ്ടാണ്. ഞാൻ ആദ്യമായിട്ട് കേരളത്തിൽ വരുമ്പോൾ കോട്ടയത്താണ് എന്നെ പോസ്റ്റ് ചെയ്യുന്നത്. ASP അണ്ടർ ട്രെയിനിങ് ആയിട്ട് 3 മാസം കോട്ടയം ജില്ലയിലായിരുന്നു. അപ്പോൾ കോട്ടയം ജില്ല എന്ന് പറയുന്നത് മാധ്യമ കേന്ദ്രമാണല്ലോ, ഒരുപാട് മാധ്യമങ്ങളുള്ളതാണ്. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് പൊതിഞ്ഞ് അവരെ നല്ല റിപ്പോർട്ടുകളൊക്കെ എഴുതി എന്നെ നല്ല പടങ്ങളൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ബൂസ്റ്റ് ചെയ്തു എന്നെ. അപ്പം വലിയൊരു അംഗീകാരം എനിക്കത് കിട്ടി. പിന്നെ അതുപോലെ രാജീവൻ സാർ, VR രാജീവൻ സാറായിരുന്നു എൻ്റെ ട്രെയിനർ SP, അദ്ദേഹം എൻ്റെ കോട്ടയം SP. അപ്പോൾ അദ്ദേഹം എന്നെ തള്ളി വിടും, ഓരോ പരിപാടികൾ ശ്രീലേഖ പോകുമെന്ന് പറഞ്ഞ് എല്ലാ പരിപാടികളും സ്കൂളുകളിൽ കോളേജുകളിൽ സ്ത്രീകളുടെ പരിപാടി, പൊതുസമ്മേളനങ്ങൾ, സാറ് തന്നെ നേരത്തെ സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നെ വിടുമായിരുന്നു, സാറിന് പോകാൻ പറ്റാത്തത് കൊണ്ട്. അപ്പം അങ്ങനെ ഏകദേശം ഒരു 80 പരിപാടി ഞാൻ 3 മാസം കൊണ്ട് അറ്റൻഡ് ചെയ്തു, പൊതുപരിപാടികൾ. ഇപ്പം എന്നും എൻ്റെ പടം ഇങ്ങനെ പത്രത്തിൽ വരികയാണ്, അത് ഉദ്ഘാടനം മറ്റിടത്ത് പോകണോ ഇത് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു പബ്ലിസിറ്റി ആദ്യമേ തന്നെ കിട്ടി. അപ്പോൾ അതിൽ എനിക്കൊരു DGP അന്ന് എൻ്റെ ACR ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ചെയ്തുവല്ലോ. അപ്പോൾ അതിനകത്ത് എഴുതി ഷീ ഈസ് ലിറ്റിൽ ക്രേസി ഫോർ പബ്ലിസിറ്റി, ഞാനൊരു പബ്ലിസിറ്റി ക്രേസി ഒരാളാണെന്നുള്ള മട്ടിൽ എഴുതി വെച്ചു. നെഗറ്റീവ് കമൻ്റ് അല്ല, പക്ഷേ എന്നാലും അത് അഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ തിരിച്ച് അക്കാഡമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൻ്റെ സമയത്ത് പോയപ്പോൾ ഞാനത് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയറിങ് വരുമ്പോൾ ഞാൻ സ്റ്റേജിൽ കയറി നിന്ന് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ശരിക്കും അങ്ങോട്ട് പോയതല്ല, എന്നെ SP തന്നെ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെയാണ് ഞാൻ ഈ 80 പ്രോഗ്രാംസിൽ പ്ലസ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തത്. എന്നിട്ടാണ് ഞാൻ പബ്ലിസിറ്റി ക്രേസി എന്ന് DGP എഴുതിയത്. അത് വലിയ കഷ്ടമായി പോയി എന്ന് പറഞ്ഞപ്പം ഡയറക്ടർ പിന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ശ്രീലേഖയുടെ SP രാജീവൻ സാറിന് ഞാനൊരു കൺഗ്രാജുലേഷൻ ലെറ്റർ അയക്കുന്നുണ്ട്. DGP ചെയ്ത തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. ബിക്കോസ് ഒരു പോലീസ് ഓഫീസർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പബ്ലിക് കോൺടാക്റ്റ് ആണ്. ദാറ്റ് ഇസ് വൈ വി ആർ കോൾഡ് സിവിൽ ഓഫീസർ, സിവിൽ സർവൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ യു ഹാവ് ഡൺ എ ഗ്രേറ്റ് തിങ്. ഐ സജസ്റ്റ് ഓൾ ദി IPS ഓഫീസേഴ്സ് പ്രൊഫഷണൽസ് ടു ഗോ ആൻഡ് ഡു ദ സെയിം തിങ്. പോകാവുന്ന പബ്ലിക് ഫംഗ്ഷൻസിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം ഒരുപാട് പ്രശംസിച്ചു എന്നെ. എൻ്റെ DGPക്ക് കത്ത് അയച്ചിട്ട് DGP അത് മാറ്റി എൻ്റെ ACR ന്ന്. പക്ഷേ അല്ലെങ്കിൽ DGP ഞാൻ കേരളത്തിൽ കാല് കുത്തുമ്പോൾ ഞാൻ വന്നിറങ്ങുമ്പോൾ കേട്ടിരുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇവിടെ ആരും പെട്ടിയെടുക്കാൻ വരില്ല, ഇവിടെ പോലീസ് അസോസിയേഷൻ വളരെ ശക്തമായിട്ടുള്ള സ്ഥലമാണ് കേരളം, പെട്ടി നമ്മൾ തന്നെ സ്വയം എടുത്തുകൊണ്ട് പൊക്കോണം എന്ന് ഒരാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഹൈദരാബാദിൽ നിന്ന് ഇറങ്ങി പോലീസ് ട്രെയിനിങ് കോളേജിലോട്ട് പോകുമ്പോൾ ഞാൻ തന്നെ പെട്ടി എടുക്കാൻ പോയെങ്കിലും ഒരു പോലീസുകാരൻ വന്ന് മാഡം ഞാൻ എടുത്തോളാം എന്ന് എടുത്തുകൊണ്ട് പോയി. അതൊരു വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നി, അസോസിയേഷൻ ഉണ്ടെങ്കിലും എടുത്തല്ലോ. പക്ഷേ ആദ്യമായിട്ട് കേട്ട കഥ DGP ഒരു കോൺഫറൻസിൽ പറഞ്ഞതാണ്, ഒരു സ്ത്രീ പൊല്യൂട്ട് ചെയ്യാൻ വരുന്നു, വുമൺ ഈസ് കമ്മിങ് ടു പൊല്യൂട്ട് അവർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് DGP പറയുകയും എല്ലാവരും ചിരിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് അഫക്റ്റ് ചെയ്യും. പിന്നെ അത് DGP തന്നെ അങ്ങനെ പറയുമ്പോൾ ബാക്കി എല്ലാവരും അതുപോലെ ചിന്തിക്കുമല്ലോ, ഞാനൊരു കരടായിട്ട് വരുവാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നുള്ള മട്ടിൽ. അപ്പോൾ ദേ ഡിഡ്ന്റ് നോ എന്നെ കൊണ്ട് ഈ പെണ്ണിനെ കൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം പലയിടത്തും എന്നെ വിടൂല, പല ജോലികളും സ്ത്രീലേഖ ചെയ്യണ്ട, ട്രാഫിക് ഡ്യൂട്ടി സ്ത്രീലേഖ ചെയ്യണ്ട, മറ്റുള്ളവർ ചെയ്താൽ. പക്ഷെ എനിക്ക് ചെയ്യണം സാർ എന്ന് ഞാൻ ഇരട്ടി ചെയ്യുമായിരുന്നു. കാരണം ഐ ഹാവ് ടു പ്രൂവ് മൈസെൽഫ്, തെളിയിക്കാൻ കൂടെ വേണ്ട എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആ ചെയ്യണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഒരേപോലെ ട്രെയിനിങ് കഴിഞ്ഞ് ഒരേപോലെ പരീക്ഷ എഴുതി വന്നതല്ലേ, ഒരു വ്യതിചലനം പാടില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ക്ലാസ് ആയി പോകില്ല, നമ്മളെങ്ങനെ തഴയില്ല എല്ലായിടത്തും എന്നുള്ള മട്ടി. പക്ഷെ എന്നാലും ആദ്യമൊക്കെ ബറ്റാലിയനിൽ എന്നെ പോസ്റ്റ് ചെയ്യില്ല, പുരുഷന്മാർ മാത്രമുള്ളതാണല്ലോ, ബറ്റാലിയനിൽ സ്ത്രീകളെ പോസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു വനിതാ കളക്ടറായിട്ടുള്ള ജില്ലയിൽ വനിതാ SP കൂടെ ചെല്ലണ്ട, 2 വനിതകളായ വഴക്കടിക്കും, അങ്ങനെയൊക്കെയുള്ള കുറേ ആറ്റിറ്റ്യൂഡ്സ്, പാട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡ്സ്, അതൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ താഴോട്ടുള്ള ഓഫീസേഴ്സൊന്നും ഏത് കോന്തനെ സല്യൂട്ട് ചെയ്യുക, ഒരു പെണ്ണിനെ സല്യൂട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോഴും പോലീസിലുണ്ടെന്നാണോ മാഡം? ഉണ്ടാവും, പക്ഷെ ഞാനിപ്പോൾ അതിനെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. 10 വർഷത്തേക്ക് ആദ്യത്തെ 10 വർഷം അതിനെ നല്ലപോലെ ബോധർ ചെയ്തു. ഒരു പരേഡ് ഇൻസ്പെക്ഷന് പോകുമ്പോൾ ഒരാൾ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ അവരുടെ ഡ്രസ്സും അവരുടെ ഹെയർ സ്റ്റൈലും എല്ലാം നമ്മൾ നോക്കണം, നല്ലതായിട്ട് മുടി കെട്ടിയിട്ടുണ്ട്. അപ്പം അമിതാഭ് ബച്ചനെ പോലെ മുടി വളർത്തിയിരിക്കുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു മുടി വെട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അയാൾക്കത് ഭയങ്കര ഒഫൻഡഡ് ആയി, അയാൾ DIGയുടെ അടുത്ത് പരാതിയായിട്ട് പോയി. എന്നിട്ട് പറഞ്ഞു മാഡത്തിന് മുടി വെട്ടിയിട്ടില്ലല്ലോ, പിന്നെ എൻ്റെ അടുത്ത് മുടി വെട്ടാൻ എന്താ അധികാരം പറയാനായിട്ട്? അയാൾ അസോസിയേഷൻ്റെ ഏതോ ആളായിരുന്നു. അപ്പോൾ DIG എന്നെ വിളിച്ചിട്ട് വഴക്ക് പറയുക, ശ്രീലേഖ ഇങ്ങനെ അങ്ങനെ പറയാൻ പോയതാണ്. ഞാൻ പറഞ്ഞു സാറ് ഞാൻ അയാളെ പോലെ അഴിച്ചിട്ടിട്ടല്ലേ പോയത്, ഞാൻ മുടി നല്ലപോലെ കെട്ടിവെച്ച് യൂണിഫോം റൂളിൽ പറയുന്നത് പോലെ തൊപ്പിയുടെ അടിയിലും മുടി മുഴുവൻ വെച്ചിട്ടാണ് ഞാൻ പോയത്. അയാൾ അങ്ങനെയല്ല, അയാളുടെ മുടി ഇങ്ങനെ തൊപ്പിയുടെ വെളിയിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അല്ല ശ്രീലേഖ കിരൺ ബേഡിയെ പോലെ മുടി വെട്ടിയ നല്ലതായിരിക്കും. നമ്മൾ സാറിന് എന്തിനകത്തെ അവകാശം, എൻ്റെ മുടിയാണ് ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, സാറ് പറയാനൊരു അവകാശമില്ല. ഞാൻ വഴക്കിടേണ്ടി വന്നിട്ടുണ്ട്. വേറൊരു സീനിയർ ഓഫീസർ പറഞ്ഞു ഷർട്ട് എന്തിനാ ഇൻസേർട്ട് ചെയ്തിടുന്നത്, പുറത്തൂടെ ഇട്ടൂടെ? ഞാൻ യൂണിഫോം റൂൾ അതല്ലേ സാർ. അപ്പം അതല്ല, അങ്ങനെയൊന്നുമില്ല, പെണ്ണുങ്ങൾ വേണമെങ്കിൽ പുറത്തൂടെ ഇടാമെന്നുള്ളൊരു ഇതുണ്ട്. ബെൽറ്റ് പുറത്തൂടെയും കിട്ടിയാൽ മതിയല്ലോ, ശ്രീലേഖ തുടങ്ങി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അത് ചെയ്തോളാം. ഞാൻ ഇപ്പം ചെയ്യൂല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാത്തതെന്ന് പറഞ്ഞു. അല്ലെ പുറകുവശം കാണുമ്പോഴേ നമുക്ക് എന്ന് ചാറങ്ങി അങ്ങനെയൊക്കെ സംസാരിക്കാവോ ആൾക്കാർ, അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അന്ന് മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ഉണ്ടാകുമ്പോഴൊക്കെ ഞാനത് വളരെ നിസ്സാരമായിട്ട് കേൾക്കാൻ പോലും നിൽക്കാറില്ല. അപ്പോൾ അന്ന് ഈ ഒരുപാട് മാഡത്തിൻ്റെ ഈ 33 കൊല്ലത്തെ സർവീസിനിടയിൽ 2020 വരെ ഉണ്ടായിരുന്നു അല്ലേ? 33 കൊല്ലവും 5 മാസവും ഉണ്ട്. 5 മാസം വളരെ വിലപ്പെട്ടതാണ്. അതെ, ഒരു മാസം കൂടി വന്നെങ്കിൽ 33 എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പോലീസ് മേധാവിമാർ അതിനിടയ്ക്ക് വന്നുപോയി, സുബ്രഹ്മണ്യം സാറ്, ഹോംമിനിസ്റ്റർ സാർ, അങ്ങനെ നിരവധി പേര് വന്നുപോയി. ആരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, അതായത് പോലീസ് സേനയ്ക്ക് തന്നെ? ഈ തരകൻ സാറ് തന്നെയായിരുന്നു, ഹോംമിനിസ്റ്റർ തരകൻ സാറായിരുന്നു. ഭയങ്കര സേന പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചത് സാറ് DGP ആയിട്ട് വന്നപ്പോഴാണ്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹൗ ആ പോലീസ് ചീഫ് ഇസ് അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് താഴോട്ട് പോലീസ് സ്റ്റേഷൻ വരെ ചെല്ലുന്ന. പോലീസ് സ്റ്റേഷനിൽ വരെയുള്ള SHOമാർ തന്നെ വളരെ പൊളൈറ്റായി. സാറിൻ്റെ അതേ ഒരു ഡിമീനറും മൃദുഭാവേ ദൃഢകൃത്യ എന്നുള്ള പോലീസിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ശരിക്കും നിലവിൽ വന്നത് ഹോംമിനിസ്റ്റർ സാർ DGP ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ എല്ലായിടത്തും മാറ്റം, ഓഫീസേഴ്സിന് എല്ലായിടത്തും മാറ്റം വന്നു. മുകളിലിരിക്കുന്ന ഒരു DGP കുറച്ച് റഫാണെങ്കിൽ റൂഡാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് താഴെ വരെ കാണും. അദ്ദേഹം വളരെ നല്ല സത്യസന്ധനായിട്ടുള്ള ഓഫീസറാണെങ്കിൽ ആരും കറക്റ്റ് ആവില്ല. പക്ഷേ അദ്ദേഹം കുറച്ച് കറക്റ്റ് ആണെങ്കിൽ എല്ലാവരും അതുപോലെ കറക്റ്റാവും. അതുകൊണ്ട് പോലീസ് തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ വളരെ കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം വഷളാവും. അത് തീർച്ചയായിട്ടും, അത് മാഡം പറഞ്ഞത് വളരെ വിലപ്പെട്ട ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിലെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു മറ്റൊരു കാര്യം, ഈ പോലീസ് അസോസിയേഷൻ, കാരണം ക്രമസമാധാന പാലന ചുമതല കൈകാര്യം ചെയ്യേണ്ട ആൾക്കാരാണ്, സേനയാണ് പോലീസ് സേന. ആ പോലീസ് സേനയിൽ പോലീസ് അസോസിയേഷൻ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, IPS അസോസിയേഷൻ,
ഇതൊക്കെ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഈ ഒരു കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത്, ഒരു സംസ്ഥാനത്തും ഇല്ല. എൻ്റെ അറിവിൽ 3 സംസ്ഥാനത്തുണ്ടോ? ഇല്ല, അത് എടുത്തില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റേ പണ്ട് വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ല. 2 സ്ഥലത്ത് വെസ്റ്റ് ബംഗാളിലും ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ നിർത്തിയിട്ട് ഇപ്പോൾ 20 വർഷത്തിലേറെയായി. അവരത് നിയമം കൊണ്ടുവന്നത് നിർത്തലാക്കി. ഓഫീസേഴ്സ് അസോസിയേഷനും പോലീസ് അസോസിയേഷനും പാടില്ല. IPS അസോസിയേഷൻ എന്ന് പറയുന്നത് ഉണ്ട്, ഇപ്പോഴും കേന്ദ്രത്തിലുണ്ട്. അത് നമ്മൾ IPS അസോസിയേഷൻ എന്ന് പറഞ്ഞ് കൂടുന്നത് ഈ പൊളിറ്റിക്കൽ അല്ല. നമ്മുടെ എന്താണ് ഈ പേയുടെയും ഡിസ്പാരിറ്റി, നമ്മുടെ എന്തെങ്കിലും പേ കമ്മീഷൻ റിവിഷനൊക്കെ വരുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചില മോഡേണൈസേഷൻ ഓഫ് പോലീസിന് വേണ്ടിയിട്ട് റെപ്രസെൻറ്റേഷൻ വേണമെങ്കിലോ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ആൾക്കുണ്ടായ ഒരു പ്രശ്നം പറയണമെങ്കിലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു IPS അസോസിയേഷൻ അവർ അലോ ചെയ്തിട്ടുണ്ട്. അത് MHAയുടെ തന്നെ ഓർഡർ പ്രകാരമുണ്ട്. അപ്പോൾ IPS അസോസിയേഷൻ നിൽക്കുന്നതുകൊണ്ട് പൊളിറ്റിക്കലായിട്ട് ഓറിയൻറ്റഡ് അല്ല. പക്ഷേ കേരളത്തിലുള്ള പോലീസ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഭരണം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ അധികം ആൾക്കാർ പൊളിറ്റിക്കൽ അലൈൻമെൻ്റ് ഉണ്ട്, പാർട്ടി മെമ്പേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അവർ പാർട്ടിയിൽ ഏത് സർക്കാർ മാറി വരുന്നോ അതനുസരിച്ച് അവർക്കൊരു ഭൂരിപക്ഷം കിട്ടുകയും അവർ പാർട്ടി നേതൃത്വത്തിൽ വരികയും ചെയ്യും. അതുകൊണ്ടാണ് DGPക്ക് പോലും അവരെ പേടി. അവരിങ്ങനെ മുണ്ട് ഷർട്ടും ഇട്ടുകൊണ്ട് DGPയുടെ മുമ്പിൽ കയറി ഇങ്ങനെ യൂണിഫോമേ ഇടാതെ ഇങ്ങനെ കയറി DGയുടെ മുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് വരികയും കാലും കയറ്റി വെച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുകയും DGP എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. DGP അത് സഹിച്ചുകൊണ്ടിരിക്കും, കാരണം അസോസിയേഷൻ നേതാവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു അസോസിയേഷൻ നേതാവ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്ന അതേ ബഹുമാനം, അതുപോലെയുള്ള ഒരു ബഹുമാനം നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അല്ല, കേരളത്തിലെ പോലീസ് അസോസിയേഷൻ്റെ നേതാവ് കാലങ്ങളായി യൂണിഫോം ഇട്ടിട്ട് തന്നെ കാലങ്ങളായി പറയുന്നത്. കാലം ഇടാറില്ല, യൂണിഫോം ഇടുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരാളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പരാതിയായിട്ട് പോകുമ്പോഴും സീനിയർ ഓഫീസർ തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും താഴെയുള്ളവരോട് നടപടിയെടുക്കാൻ പറയുന്നതും അതൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം അങ്ങനെ വഷളായിരിക്കുകയാണ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് ഇതൊരു ഈ പോക്കൊരു അപകടത്തിലേക്കല്ലേ? കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു വിഷയം വരുമ്പോൾ കാരണം മുമ്പൊക്കെ പോലീസുകാരെ കാണുമ്പോൾ നമുക്കൊരു സുരക്ഷിത ബോധം ഉണ്ടായിരുന്നു. ഒരു സാധാരണ പൗരൻ, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. സുമേഷ് അനുഭവസ്ഥനല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് പോലീസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് രാഷ്ട്രീയക്കാർ പറയുന്നത് എല്ലാം അനുസരിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ അനുഭവം ഉണ്ടാകല്ലേ? തീർച്ചയായിട്ടും. ഓഫീസിൽ വന്നിട്ട് അതെല്ലാം ഓഫീസിൽ, അതായത് നമുക്കൊരു സുരക്ഷിത ബോധം ഉണ്ടായിരുന്നു. ഒരു പോലീസ് വാഹനം കാണുമ്പോൾ നമുക്കൊരു ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്കലാപ്പാണ്, ഭയമാണ്. ഇത് ഏത് കേസിനാണോ വരുന്നത്? കാരണം നമ്മൾ ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് പരമാവധി അങ്ങനെ ആ നിയമത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അങ്ങനെ ജീവിച്ചിട്ട് പോലും നമുക്ക് ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ പോലീസിനെ വിശ്വസിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതെ, അങ്ങനെ ഇപ്പം തുടങ്ങിയതല്ല അത്. സത്യം പറഞ്ഞാൽ അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ശകലം കുറച്ച് വഷളായി. കാരണം അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് ധൈര്യമില്ല. അതായത് ഏതെങ്കിലും ഒരു ലോക്കൽ പാർട്ടി ലീഡർ പറഞ്ഞ് പോലീസിനെ കൊണ്ട് ചെയ്യിച്ചാലും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അത് ശരിയല്ല എന്ന് പറഞ്ഞ് തടയാനുള്ള അധികാരമല്ല, അവകാശമല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം അവർക്കില്ല. അത് അങ്ങനെ അങ്ങ് അധപതിച്ച് പോയ രീതിയിലായി. ഇപ്പോൾ ഒരു പോലീസുകാരനെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിനെ കൊണ്ട്, താഴെയുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ഒരു കോൺസ്റ്റബിളിനെ കൊണ്ട്, CPO എന്നാണല്ലോ പറഞ്ഞത്, സിവിൽ പോലീസ് ഓഫീസർ, അയാളെ കൊണ്ട് തന്നെ വേണമെന്ന് വിചാരിച്ചാൽ ഒരാളുടെ ജീവിതം നരകതുല്യമാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. ക്രൈം കേസുകൾ എടുത്ത ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് FIR രജിസ്റ്ററിങ് സ്റ്റേറ്റ് ആയിട്ട് കേരളം വർഷങ്ങളായിട്ട് സമ്മാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് പത്രമാധ്യമങ്ങളുടെ, ഇന്ത്യ ടുഡേയുടെയും അതുപോലെയുള്ള മാധ്യമങ്ങളുടെയും ഒക്കെ നാഷണൽ മീഡിയാസിൻ്റെ അവാർഡ് വാങ്ങിക്കുമായിരുന്നു. അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് കേസ് നടന്നില്ലെങ്കിലും കേസുകൾ ഉണ്ടാക്കുക, കേസുകൾ ശരിക്കും നടക്കുന്നില്ല. സമാധാനം ഉണ്ടായിട്ടിരിക്കാൻ സമാധാനിക്കാതെ കുത്തിത്തിരികലുണ്ടാക്കി കേസെടുക്കുന്നു. ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് VIP സുരക്ഷ, പിന്നെ അതുപോലെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരുടെ സെക്യൂരിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ജാഥകൾ നയിക്കുമ്പോൾ അവിടെ ചെന്ന് പോലീസിൻ്റെ പ്രസൻസ് ഉണ്ടാക്കുക, ഇതുപോലെ പ്രകടനങ്ങൾ വരുമ്പോൾ പോലീസ് പ്രസൻസ് ലാത്തി ചാർജ് ചെയ്യുക, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുക, ക്രൈം കേസ് വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കുക. ഇതല്ലാതെ പ്രിവെൻറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞ് നെഗ്ലക്റ്റ് ചെയ്യുന്നിടത്തോളം ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിടിപാടില്ലാത്തതുകൊണ്ടാണ്. രാഷ്ട്രീയ പിടിപാടുണ്ടെങ്കിൽ എന്ത് കുറ്റവും ചെയ്തിട്ട് സർവീസിൽ തുടരാം. അതേസമയത്ത് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും എതിർ പാർട്ടിക്കാർ, എതിർ കക്ഷി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഇയാൾ ഇന്ന ആളാണ്, കോൺഗ്രസിൻ്റെ ആളാ, അല്ലെങ്കിൽ BJPയുടെ ആളാ എന്നുള്ള മട്ടിലൊരു കാണുമ്പോൾ അവർക്ക് പലപ്പോഴും ഇതുപോലുള്ള ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വരാറുണ്ട്.